പ്ലസ് ടു ഫിസിക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന 6th ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്താണ്, സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഒരു സോളിനോയിഡിലുള്ള സെൽഫ് ഇൻഡക്റ്റൻസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നാണ് പഠിക്കുന്നത്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഒരു കോയിലിൽ അല്ലെങ്കിൽ ഒരു സോളിനോയിഡിൽ ഉണ്ടാകുന്ന സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനായി നമ്മൾ ആദ്യം ഒരു ലോങ് സ്ട്രെയിറ്റ് സോളിനോയിഡ് കൺസിഡർ ചെയ്യുകയാണ്. കൺസിഡർ എ ലോങ് സ്ട്രെയിറ്റ് സോളിനോയിഡ് ഓഫ് ലെങ്ത് L ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ A ഹാവിങ് n നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. സോളിനോയിഡ് എന്താണെന്ന് കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു കണ്ടക്ടർ നമ്മൾ കോയിലുകളായിട്ട് ചുറ്റിയെടുത്തിരിക്കുന്നു. അതിൻ്റെ ലെങ്ത് L ആണ്. ഇപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സോളിനോയിഡിൻ്റെ ലെങ്ത് L ആണ്. ഒരു അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ വയറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ A ആണ്. അതുപോലെ തന്നെ ഹാവിങ് നമ്പർ ഓഫ് ടേൺസ്, യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് n ആണ്. യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് n, സ്മോൾ n. ഇനി ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ക്യാപിറ്റൽ I ആണെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറണ്ട് ഈസ് ഗിവൺ ബൈ, നമുക്കറിയാം സോളിനോയിഡിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B ഈസ് ഈക്വൽ ടു μ0 Ni ആയിരിക്കും. B ഈസ് ഈക്വൽ ടു μ0 Ni. ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ പറഞ്ഞായിരുന്നു. മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ ഫൈ ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ നമ്മൾ പഠിച്ചതാണ്. ബി ഡോട്ട് എ ഇവിടെ നമുക്ക് ബിക്ക് നമുക്ക് μ0 Ni എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു μ0 Ni, അത്രയും ബി ആണ്, ഇൻറ്റു എ നമുക്ക് കിട്ടും. ബി ഈസ് ഈക്വൽ ടു അല്ലെ ഫൈ ഈസ് ഈക്വൽ ടു μ0 Nia. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N ആണെങ്കിൽ, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N ആണെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു μ0 Nia ഇൻറ്റു ക്യാപിറ്റൽ N കിട്ടും. യൂണിറ്റ് ലെങ്തിലുള്ളതാണ് നമ്മൾ ഫൈ ഈസ് ഈക്വൽ ടു μ0 Nia നമുക്ക് ആദ്യം ലഭിച്ചത്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് N ആണെങ്കിൽ അതിൻ്റെ ആ സോളിനോയിഡിൻ്റെ മൊത്തം ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഫൈ ഈസ് ഈക്വൽ ടു μ0 Nia ഇൻറ്റു ക്യാപിറ്റൽ N ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, സെൽഫ് ഇൻഡക്ഷൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇൻഡ്യൂസ്ഡ് കറണ്ട് ആണ്. ഇനി അവിടെ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റാൻ നമ്മൾ കോൺസ്റ്റന്റ് ഉപയോഗിക്കുന്നു, ക്യാപിറ്റൽ L. അതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു Li ആണെങ്കിൽ അതിൽ നിന്ന് L നമുക്ക് കണ്ടുപിടിക്കാം. ഫ്ലക്സ് ബൈ കറണ്ട് L ഈസ് ഈക്വൽ ടു ഫൈ ബൈ I എന്ന് നമുക്ക് കിട്ടും. ഇപ്പോൾ ഫൈക്ക് നമുക്ക് എക്സ്പ്രഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, μ0 Nia ഇൻറ്റു ക്യാപിറ്റൽ N എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫൈക്ക് പകരം നമുക്ക് μ0 Nia ഇൻറ്റു N ഡിവൈഡഡ് ബൈ I. അപ്പം ഐയും ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് കിട്ടും L ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു സ്മോൾ n ഇൻറ്റു ക്യാപിറ്റൽ N ഇൻറ്റു A നമുക്ക് കിട്ടും. അപ്പം സെൽഫ് ഇൻഡക്റ്റൻസ് L ഈസ് ഈക്വൽ ടു μ0 സ്മോൾ n ഇൻറ്റു ക്യാപിറ്റൽ N ഇൻറ്റു A. ഓൾസോ സ്മോൾ n ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ L. സ്മോൾ n എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, ആ സോളിനോയിലുള്ള മുഴുവൻ നമ്പർ ഓഫ് ടേൺസിൻ്റെ എണ്ണം ഡിവൈഡ് ബൈ സോളിനോയിഡിൻ്റെ ലെങ്ത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ യൂണിറ്റ് ലെങ്തിലുള്ള നമ്പർ ഓഫ് ടേൺസ് കിട്ടും. അപ്പോൾ സ്മോൾ n ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ L എന്ന് കിട്ടും. ഇത് നമ്മൾ ഇതിൻ്റെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് മുമ്പിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ n ഇൻറ്റു ക്യാപിറ്റൽ N എന്നുള്ളത് ആ സ്മോൾ എന്നിന് പകരം നമ്മൾ N ഡിവൈഡ് ബൈ L എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് L ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു N സ്ക്വയർ A ഡിവൈഡ് ബൈ L എന്ന് കിട്ടും. μ0 ഇൻറ്റു N സ്ക്വയർ A ഡിവൈഡ് ബൈ L. ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എയർ കോർഡ് സോളിനോയിഡ്. അതായത് നമ്മൾ വെറുതെ ഒരു കമ്പിച്ചുരുൾ മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ വേറെ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ
അതെന്തായിരിക്കും? എയർ കോർഡ് സോളിനോയിഡാണ്. ചുമ്മാ എയറിൽ നമ്മൾ വെച്ചിരിക്കുന്നു, അതിൻ്റെ അകത്തും ഒന്നുമില്ല, പുറമേ ഒന്നുമില്ല, എയറിൽ മാത്രം നമ്മൾ ഇരിക്കുന്ന ഒരു കമ്പിച്ചുരുളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സോളിനോയിഡ് നമ്മൾ പറയുന്ന പേരാണ് എയർ കോർഡ് സോളിനോയിഡ് എന്ന് പറയുന്നത്. കോറില്ല, അങ്ങനെയുള്ള സോളിനോയിഡാണ് എയർ കോർഡ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സോളിനോയിഡിലെ സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ് ക്യാപിറ്റൽ L is equal to mu 0 into n square a divided by L. ഇനി if the solenoid is bound over a material core, then self inductance L is equal to mu 0 into mu r n square divided by L എന്ന് കിട്ടും. എന്താണ്? നമ്മൾ ഒരു മെറ്റീരിയൽ കോറിലാണ് ഈ കമ്പിച്ചുരുൾ ചുറ്റിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കോയിൽ നമ്മളൊരു മെറ്റീരിയൽ കോറിലാണ് ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ സോഫ്റ്റ് അയൺ കോറിൽ ചുറ്റിയിരിക്കുന്നതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററുകളിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു മെറ്റീരിയലിലാണ് നമ്മൾ ഈ കോയിൽ ബൗണ്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് L is equal to mu 0 into mu r n square a divided by L ആയിരിക്കും. ഇവിടെ mu r എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് കോർ, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോറിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ആയിരിക്കും, റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് കോർ. അപ്പം ഏതിലാണെങ്കിൽ, അതായത് വെറുതെ ഒരു കമ്പിച്ചുരുൾ സോളിനോയിഡ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ L is equal to mu 0 n square a divided by L ആയിരിക്കും. അതുപോലെ നമ്മളൊരു മെറ്റീരിയൽ കോറിലാണിത് ബൗണ്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ L is equal to mu 0 into mu r n square a divided by L ആയിരിക്കും. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള രണ്ട് എക്സ്പ്രഷൻസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എഴുതി നോക്കുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.